ഏകദേശം 1970കളിലാണ് ഈ കഥ തുടങ്ങുന്നത്. കാലിഫോർണിയയിലെ ജനങ്ങൾ ശരിക്കും പേടിച്ചു വിറച്ചു ജീവിച്ചിരുന്നൊരു കാലമായിരുന്നു അത്. കാരണം രാത്രിയായാൽ ജനലുകൾ വഴിയും മറ്റും വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുന്ന ഒരു നിഗൂഢ മനുഷ്യൻ അവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അയാൾ വെറുമൊരു കള്ളനായിരുന്നില്ല, അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വൈകൃതങ്ങളുള്ള ഒരാളായിരുന്നു. ദമ്പതികളെ കെട്ടിയിട്ട ശേഷം, ശരീരത്തിൽ പാത്രങ്ങൾ വെച്ച ശേഷം, അതിലൊന്ന് താഴെ വീണാൽ പോലും കൊന്നുകളയുമെന്നു പറഞ്ഞ ശേഷം അവരെ കൊന്നിരുന്നു ഇയാൾ. ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റ് എന്നും നൈറ്റ് സ്റ്റോക്കർ എന്നുമൊക്കെ പോലീസ് അയാൾക്ക് പേരിട്ടു. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാളെ പിടിക്കാനോ തെളിവുകളുണ്ടാക്കാനോ പോലീസിന് സാധിച്ചില്ല. കാരണം അയാളുടെ കരുനീക്കങ്ങൾ വളരെ കൃത്യതയുള്ളവയായിരുന്നു. ഒരു തെളിവുപോലും ബാക്കിവെക്കാതെ അയാൾ ഓരോ തവണയും അപ്രത്യക്ഷനായി. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം ഈ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒരു സ്വിച്ചിട്ട പോലെ നിന്നു. ഏതാണ്ട് 30 വർഷത്തോളം ആ കൊലയാളിയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. അവൻ മരിച്ചുപോയിട്ടുണ്ടാകുമെന്നും അല്ലെങ്കിൽ നാടുവിട്ടുപോയിട്ടുണ്ടാകുമെന്നുമാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ ഈ കേസുകളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പൊടിപിടിച്ചു കിടന്നു. എന്നാൽ 2018-ൽ, അതായത് കുറ്റകൃത്യങ്ങൾ നടന്ന് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം, ഈ കേസ് അന്വേഷിച്ചിരുന്ന പോൾ ഹോൾസ് എന്ന ഓഫീസർക്ക് ഒരു പുതിയ ബുദ്ധി തോന്നി. കുറ്റവാളിയുടേതെന്ന് കരുതുന്ന പഴയ DNA സാമ്പിളുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. അദ്ദേഹം അത് നമ്മൾ സാധാരണക്കാർ കുടുംബക്കാരെ കണ്ടെത്താൻ DNA വിവരങ്ങൾ നൽകുന്ന GED മാച്ച് എന്നൊരു വെബ്സൈറ്റിലേക്ക് നൽകി. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. ആ വെബ്സൈറ്റിൽ പ്രതിയുടെ വിവരങ്ങളില്ലായിരുന്നെങ്കിലും അയാളുടെ വളരെ ദൂരെയുള്ള ചില ബന്ധുക്കളുടെ വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. അതുപയോഗിച്ച് അവർ ഒരു വലിയ ഫാമിലി ട്രീ തന്നെ ഉണ്ടാക്കി. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾക്ക് ഈ കൊലയാളിയുടെ സ്വഭാവവുമായി സാമ്യമുള്ളതായി തോന്നി. അയാളുടെ പേരായിരുന്നു ജോസഫ് ജെയിംസ് ഡിയാഞ്ചലോ. പോലീസ് അയാളെ രഹസ്യമായി പിന്തുടർന്നു തുടങ്ങി. ഒരു ദിവസം ഇയാൾ ഉപയോഗിച്ച് കളഞ്ഞ ഒരു ടിഷ്യൂ പേപ്പർ പോലീസിന് കിട്ടി. അത് പരിശോധിച്ചപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വർഷങ്ങളായി അവർ തെരഞ്ഞുകൊണ്ടിരുന്ന ആ ഭീകരൻ ഇയാൾ തന്നെയായിരുന്നു. അതിലും വലിയ ഞെട്ടൽ എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പോലീസിന് അയാളെ ഇത്രയും കാലം പിടിക്കാൻ കഴിയാതെ പോയതും. തന്റെ 72-ാം വയസ്സിൽ ഒരു സാധാരണ അപ്പൂപ്പനെപ്പോലെ വീട്ടിൽ കഴിയുമ്പോഴാണ് പോലീസ് അയാളെ വലയുന്നത്. താൻ പിടിക്കപ്പെടുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നീതി നടപ്പിലാക്കാൻ 40 വർഷമെടുത്തു എന്നത് വലിയൊരു കാലയളവാണ്. പക്ഷേ ശാസ്ത്രം വിചാരിച്ചാൽ ഏതൊരു കൊടും കുറ്റവാളിയെയും പിടിക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഥ.